എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും സിനിമ എന്ന ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മഹാരാജ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ്. തമിഴ് സിനിമ ആയതുകൊണ്ട് അത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടില്ല, പക്ഷേ OTTയിലാണ് ഞാൻ കണ്ടത്. മലയാളമാണ് ഞാൻ കണ്ടത്. അപ്പോൾ സിനിമാ തിയേറ്ററിൽ തമിഴായിരിക്കുമല്ലോ, അപ്പോൾ തമിഴ് നമുക്ക് മുഴുവനായിട്ട് ഗ്രഹിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് രണ്ട് വാക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ മിക്കവരും അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ OTTയിൽ തീർച്ചയായും അത് കാണുക. നമ്മൾ മലയാളികൾക്ക് മലയാളത്തിലും ഉണ്ട്. ഏതൊരു പെൺകുട്ടികൾ ഉള്ള ഒരു അച്ഛന്മാരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണിത്. നമുക്ക് അത് കണ്ടിരുന്നിട്ട് നല്ലൊരു അനുഭവമാണ് ആ സിനിമ. ഇതിൻ്റെ കഥ ഇങ്ങനെയാണ് പോകുന്നത്. അതായത് മുഴുവൻ കഥയും പറയുന്നില്ല, അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രസം പോയി. എങ്കിൽ പോലും ഒരു ചുരുക്കി പറയാം. ഒരാൾ, അതായത് സേതുപതി വിജയാണ്, പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. അയാളുടെ ഒരു സാധനം കളവ് പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പോലീസുകാർ ചോദിക്കുന്നു എന്താണ് പോയതെന്ന്. അപ്പോൾ അയാൾ ആ സംഭവം വിവരിക്കുന്നുണ്ട്. അയാളുടെ വീട്ടിൽ 3 കള്ളന്മാർ കയറുന്നു. അപ്പോൾ അവർ ഇയാളുടെ തലയ്ക്കടിച്ചിട്ട് ഇയാളുടെ വീട്ടിലെ ഒരു കുപ്പത്തൊട്ടി, അതായത് ഒരു വേസ്റ്റ് ബോക്സ് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുന്നത്. പോലീസുകാർക്ക് അത് ഉച്ചഭാവത്തിൽ അവർ പുച്ഛിച്ച് തള്ളുന്നു. അവരതിനെക്കുറിച്ച് കാര്യമാക്കുന്നില്ല. പിന്നെ SI വരുന്നു. അപ്പോൾ SIനോടും ഇയാൾ ഇത് തന്നെ പറയുന്നു, ഈ കഥ തന്നെ പറയുന്നു. അപ്പോൾ SIക്കും വലിയ ഇത് അന്വേഷിക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റും ഇല്ല. അപ്പോൾ ഇയാൾ ഒരു 5 ലക്ഷം രൂപ അവർക്ക് SIക്ക് ഓഫർ ചെയ്യുന്നു. അപ്പോൾ SIക്കൊക്കെ ഇത് ഇൻട്രസ്റ്റായി. അപ്പോൾ SI ഇതിൻ്റെ പിന്നാലെ പോകുന്നു. അപ്പോൾ കഥ പറഞ്ഞിങ്ങനെ പോകും തോറുമാണ് ഈ കുപ്പത്തൊട്ടിക്ക് പിന്നാലെ, അല്ലെങ്കിൽ ഈ കുപ്പത്തൊട്ടിക്ക് പിന്നിലെ ഉള്ള യഥാർത്ഥ സംഭവം എന്തെന്ന് നമുക്ക് കഥ ഇങ്ങനെ കുറച്ച് മൂവ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. നല്ലൊരു ത്രില്ലർ സിനിമ ആണിത്. അതുകൂടാതെ ഏറ്റവും അവസാന സീനിൽ ഒരു അടിപൊളി ക്ലൈമാക്സ് ആണ് ഉള്ളത്. ഈ സിനിമയിലെ അവസാന സീൻ അതുവരെ നമ്മൾ കണ്ടിരുന്ന ഒരു സീക്വൻസിൽ നിന്ന് പെട്ടെന്ന് കഥ ടേൺ ചെയ്യുന്നു അവസാനത്തെ ആ രംഗത്തിൽ. അവിടെ വെച്ചാണ് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ സംഭവങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഈ കുപ്പത്തൊട്ടിക്ക് പിന്നിലെ യഥാർത്ഥ സംഭവം എന്തെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതും കൂടി കണ്ടുമ്പോൾ, ഈ അവസാനത്തെ സീൻ നമുക്ക് കാണുമ്പോഴാണ് നമുക്ക് കൃത്യമായ നമ്മുടെ മനസ്സ് നിറയുക. ഒരു നല്ല സിനിമ കണ്ട ഒരു അനുഭൂതി നമുക്ക് കിട്ടും. ഒപ്പം നമ്മുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീരും വീണിരിക്കും. അത്ര ഭംഗിയുള്ള ഒരു തിരക്കഥയാണ് ഇതിൽ ഉള്ളത്. അതായത് ചെറിയൊരു കഥ, അതിന് നല്ല രീതിയിലുള്ള തിരക്കഥയായിട്ടുണ്ട്. എല്ലാ കഥാപാത്രങ്ങളും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓരോരുത്തരും അഭിനയിക്കുകയല്ല, അതിൽ ജീവിക്കുകയാണെന്നാണ് നമുക്ക് തോന്നുക. ഒരു സീൻ പോലും നമുക്കിതിൽ ബോറടിയില്ല. അപ്പോൾ നല്ലൊരു സിനിമ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് കാണാനായിട്ട് ശ്രമിക്കുക.